ഗുഡ് നൈബർ ടു ബാങ്ക് ഓൺ കൊടുങ്ങല്ലൂർ ടൗൺ കോഓപ്പറേറ്റീവ് ബാങ്ക്. 17 ബ്രാഞ്ചുകളിലും എനിവെയർ ബാങ്കിംഗ് സംവിധാനം. സഹകരണ മേഖലയിലെ റിസർവ് ബാങ്ക് ലൈസൻസ് ഉള്ള കൊടുങ്ങല്ലൂരിലെ ഏക കോഓപ്പറേറ്റീവ് ബാങ്ക് എന്ന ബഹുമതിയും KTC ബാങ്കിന് സ്വന്തം. ഗുഡ് നൈബർ ടു ബാങ്ക് ഓൺ കൊടുങ്ങല്ലൂർ ടൗൺ കോഓപ്പറേറ്റീവ് ബാങ്ക്. എടവിലങ്ങ് 3-ാം വാർഡ് കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ മഹാത്മാഗാന്ധി കുടുംബ സംഗമവും SSLC +2 A+ ജേതാക്കളായ വിദ്യാർത്ഥികൾക്ക് ഉപഹാര സമർപ്പണവും നടത്തി. DCC ജനറൽ സെക്രട്ടറി CS രവീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. മഹാത്മാഗാന്ധി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റായതിന്റെ 100-ാം വാർഷികം ഇന്ന് ഇന്ത്യ ഒട്ടാകെ ആഘോഷിച്ചുകൊണ്ടിരിക്കുന്നു. ഇന്ത്യ മാത്രമല്ല, ലോകത്തിലെല്ലായിടത്തും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അല്ലെങ്കിൽ ഇന്ത്യൻ നാഷണൽ വിചാരധാരയുള്ള എല്ലാ സ്ഥലങ്ങളിലും മഹാത്മാഗാന്ധി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ 100-ാം വാർഷികം ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ്. 100 വർഷങ്ങൾക്ക് മുമ്പ് കർണാടകയിലെ ബെൽഗാം എന്ന സ്ഥലത്ത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ചരിത്ര സമ്മേളനം നടന്നു. ആ സമ്മേളനത്തിൽ വെച്ചാണ് മഹാത്മാഗാന്ധി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റായി മാറിയത്. അദ്ദേഹം തന്നെ ദീർഘകാലം, ഏകദേശം നൂറ്റാണ്ടിലേറെ കാലം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സജീവ പ്രവർത്തനം നേതാവും പ്രസിഡന്റിനേക്കാൾ ഉപരിയുള്ള നേതാവായി മാറിയിരുന്ന മഹാത്മാഗാന്ധി ഒരിക്കൽ മാത്രമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റായി. ആ ഓർമ്മ പുതുക്കുന്നതിന് വേണ്ടിയാണ് ഇതുപോലുള്ള കുടുംബ സംഘങ്ങൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇവിടെ സംഘടിപ്പിച്ചിട്ടുണ്ട്. അതിന്റെ സാഹചര്യം പിന്നെ എന്തുകൊണ്ട് മഹാത്മാഗാന്ധി ഇന്ന് ഓർക്കപ്പെടണം, എന്തുള്ള മഹാത്മാഗാന്ധി ചിന്താധാരകൾ നമുക്ക് ഉയർത്തി കൊണ്ടുവരണം എന്നതിനെ കുറിച്ചാണ് നേരത്തെ സോമൻ മാസ്റ്ററുടെ സൂചിപ്പിച്ചത്. അതുകൊണ്ട് ഞാൻ ആ വിഷയത്തിലേക്ക് കൂടുതൽ കടക്കുന്നു. മണ്ഡലം പ്രസിഡന്റ് EK സജീവൻ അധ്യക്ഷത വഹിച്ചു. വാർഡ് മെമ്പർ ജോസ്മി ടൈറ്റസ് ആമുഖ പ്രഭാഷണം നടത്തി. EK സോമൻ മാസ്റ്റർ മഹാത്മാഗാന്ധി അനുസ്മരണം നടത്തി. അതുകൊണ്ട് ലോകത്തെ മാറ്റിമറിച്ചിട്ടുള്ള എല്ലാ മഹാന്മാരും എല്ലാ പ്രതിഭകളും ഒക്കെ പിൻബെഞ്ചിൽ നിന്ന് കഠിനാധ്വാനത്തിലൂടെ ഉയർന്നു വന്നവരാണ്. അതുകൊണ്ട് ഗ്രേഡ് കിട്ടാത്തവരൊന്നും വിഷമിക്കേണ്ട കാര്യമില്ല. നമ്മൾ അധ്വാനിക്കാൻ തയ്യാറാണെങ്കിൽ നമുക്ക് ഏത് വിജയവും നമ്മുടെ കൈപ്പിടിയിൽ ഒതുങ്ങും. ഞാനൊക്കെ ജീവിതത്തിലെ ഒരുപാട് പ്രയാസം നിറഞ്ഞ കാലഘട്ടത്തിലൂടെ കടന്നു വന്ന ഒരാളാണ്. എന്ന് പറഞ്ഞാൽ ഞാൻ പഠിക്കുന്ന കാലത്ത് ഡിഗ്രിക്കാണെങ്കിലും ഡിഗ്രിക്കൊക്കെ എന്നെ പഠിക്കുന്ന കാലത്ത് വീട്ടിൽ ആരും പറഞ്ഞു തരാനൊന്നും ഉണ്ടായിരുന്നില്ല. കാരണം എൻ്റെ വീട്ടിലുള്ളവരൊക്കെ മത്സ്യത്തൊഴിലാളികളായിരുന്നു. എൻ്റെ അച്ഛൻ ഒരു മത്സ്യത്തൊഴിലാളിയായിരുന്നു. അപ്പൊ സ്വാഭാവികമായിട്ടും ഡിഗ്രി ഒക്കെ കഴിഞ്ഞാൽ ഡിഗ്രിക്ക് പോകാനാണെങ്കിലും അതിനുശേഷം MA ആണെങ്കിലും B.Ed ആണെങ്കിലും ഇതെല്ലാം ഞാൻ എടുക്കുന്ന സമയത്തൊക്കെ ഞാൻ എൻ്റെ ഇഷ്ടം സ്വയം തിരഞ്ഞെടുത്താണ്. ആരും ഉപദേശിക്കാനുണ്ടായിരുന്നില്ല. പക്ഷെ അന്ന് എനിക്കൊരു നിശ്ചയദാർഢ്യം ഉണ്ടായിരുന്നു. എന്താണ്? ഒരുപാട് കഷ്ടപ്പാടുകൾ, ഒരുപാട് പ്രയാസങ്ങൾ, ഒരുപാട് ദുരിതങ്ങൾ ചെറുപ്പത്തിൽ അനുഭവിച്ചിട്ടുണ്ട്. ഒരു സൈക്കിൾ പോലും, ട്യൂഷൻ എടുക്കുന്ന കാലഘട്ടത്തിൽ ഒരു സൈക്കിൾ പോലും സ്വന്തമായിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ ഏറിയാണ്ട് ധന്യയിലാണ് അന്ന് KVHSന്റെ അടുത്തൊരു ധന്യ എന്ന് പറയുന്ന ട്യൂട്ടോറിയൽ ഉണ്ടായിരുന്നു. അവിടെയാണ് ഞാൻ ക്ലാസ് എടുത്തത്. സജീവനും അവിടെ ഉണ്ടായിരുന്നതാണ്. INTUC സംസ്ഥാന വൈസ് പ്രസിഡന്റ് മേരി ജോളി, UDF കൺവീനർ PS മുജീബ് റഹ്മാൻ, പ്രവാസി വ്യവസായി കൊണ്ടാമ്പുള്ളി ഹംസ, VC ജോളി, ബെന്നി കാവാലങ്കുഴി, പ്രസന്ന ശിവദാസൻ, PK സക്കറിയ എന്നിവർ പ്രസംഗിച്ചു. ലത്തീഫ് ചാലിൽ, TM ഷാഫി, അബ്ദുൽ കരീം കളപ്പുരയ്ക്കൽ, മുഹമ്മദ് അലി കുറ്റിക്കാട്ട്, സരോജിനി ശിവദാസൻ, വത്സ ദേവസി, നിബീഷ്, ഹസീന നൌഷാദ്, ജിജി, ഷിനി സുരേഷ് എന്നിവർ നേതൃത്വം നൽകി.